വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ടുഡേ ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്ന അമ്മമ്മേൻ്റെ പത്തിരിയും ചിക്കൻ കറി അടുത്ത വീഡിയോയിൽ കാണിക്കും. ഇപ്പം പത്തിരി എങ്ങനെ ആക്കേണ്ടത് കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ്. പത്തിരിയാണ് എൻ്റെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. വിചാരിച്ചാൽ ആദ്യം കുറച്ചൊരു ഇഷ്ടമുള്ള അത്ര എടുക്കുക. അരിപ്പൊടി നേരെ അരിപ്പൊടി എടുക്കുക. പത്തിരിയുടെ അതെടുത്ത് ഒരു ബൗളിലിട്ട് പിന്നെ കുറച്ച് തേങ്ങ, ആവശ്യത്തിന് തേങ്ങ എടുക്കുക. ആവശ്യത്തിനുള്ള തേങ്ങ, പിന്നെ പെരുംജീരകം ആണെങ്കിലാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ ഇന്ന് എനിക്ക് പെട്ടെന്ന് എൻ്റെ മക്കൾ വന്നപ്പോൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എൻ്റെ പെരുംജീരകം കഴിഞ്ഞു പോയിരുന്നു. അത് കാരണം ഞാൻ സാധാരണ ജീരകമാണ് എടുത്തത്. പിന്നെ കൂടാതെ ചെറിയ ഉള്ളിയാണ് ബെസ്റ്റ്. ഞാനെന്ത് ചെയ്ത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തു, ഒരു വലിയ ഉള്ളിയും എടുത്തു. പിന്നെ അത് എല്ലാം മിക്സാക്കി അരക്കുക. അരച്ചതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ട് ഈ ഇതിലൊഴിച്ച് ഇത് മിക്സാക്കിയിട്ട് കുഴക്കണം. അതിന് ശേഷം ഉള്ളത് ഞാൻ കാണിക്കാം. ഇനി അമ്മമ്മ ഉള്ളി മുറിച്ചിട്ട് ശരിയാക്കുമ്പോൾ ഇത് എങ്ങനെയാണ് കുഴക്കുന്നതെന്നൊക്കെ കുറച്ച് ഇതിനാവശ്യത്തിന് സുമാറ് പൊടുക്കുക. ഈ പൊടിക്കനുസരിച്ചിട്ട് പൊടുത്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിക്കുക. തിളച്ച വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് കുഴച്ചെടുത്ത് കുഴച്ച് നല്ല ബൗളാക്കി വെക്കണം. നല്ല ഒരു വലിയ ബൗള്. ചൂട് ഉള്ള വെള്ളമായതുകൊണ്ട് ഞങ്ങളിത് കുറച്ച് കുഴച്ചിട്ട് ഇങ്ങനെ വെക്കണം. ഇതിങ്ങനെ വെച്ച് വെക്കുക. അതിന് ശേഷം ഈ ഇതൊക്കെയൊന്നുമില്ല, ഞങ്ങൾക്ക് ചൂടുള്ളത് കൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കുഴക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം കുറച്ച് സമയം ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഞങ്ങളത് മിക്സി എടുക്കുക. മിക്സിയുടെ ജാറിൽ സാധനങ്ങളാണ് ആവശ്യം. ഈ മിക്സിയിൽ വെച്ചിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്യുമെന്ന് തോന്നുന്നു. അതെ ഗായ്സ്, ഇത് ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ് ഗായ്സ്. പിന്നെ നിങ്ങൾ ഇത് ഈ മാവിടുന്ന ഈ സാധനങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുന്നേ വെള്ളം ഒഴിച്ച് ഗ്രൈൻഡ് ചെയ്തോ. എല്ലാ ജേംസ് പോയി കഴിഞ്ഞിട്ട് ഇത് മാത്രം ആക്കിയാൽ മതി. കണ്ടോലോ ഗൈസ്. ഇത് നിറച്ച് ഇടാൻ പോവാം. എന്നിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോവാം. ഹാഫ് ആയിട്ട് പറ്റുന്നത്ര ഇട്ടാൽ മതി.